أعوذ بالله من الشيطان الرجيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അടിയാത്തികളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരടിമ ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം അള്ളാഹു അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നന്മ തിന്മകളുടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് വളരെ ആശാവഹമായ, നമുക്കൊരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ചില വാക്കുകളാണ്. അള്ളാഹു പറയാൻ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു 10 അംസാലിഹാ ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يعلمون. من جاء بالحسنة, ആരാണോ ഒരു നന്മയും കൊണ്ടുവരുന്നത്, ആരാണോ ഒരു നന്മ പ്രവർത്തിക്കുന്നത്, ഫലഹു 10 അംസാലിഹാ, അതിനവന് അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, എന്നാൽ ആരാണോ ഒരു തിന്മ ചെയ്യുന്നത്, ആരാണോ ഒരു ദുഷ്കൃത്യം ചെയ്യുന്നത്, അവന് അതിനു വേണ്ടിയല്ലാതെ അതിന് സമാനമായ കുറ്റമല്ലാതെ ശിക്ഷയല്ലാതെ നൽകപ്പെടുകയില്ല. ഇത് എല്ലാ സുഹൃതങ്ങളുടെയും എല്ലാ അമലുകളുടെയും വലിയ ഒരു മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരാളൊരു നന്മ ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടി അള്ളാഹു അയാൾക്ക് നൽകും. എന്നാൽ ഒരാളൊരു തിന്മ ചെയ്താലോ ആ തിന്മക്കുള്ള ശിക്ഷ മാത്രമേ അള്ളാഹു അയാൾക്ക് നൽകുള്ളൂ. എത്ര കാരുണ്യമാണ് പഠിച്ച തമ്പുരാൻ. ഈ നന്മകളിൽ, സുഹൃതങ്ങളിൽ, അമലുകളിൽ ഏറ്റവും പ്രധാനമായി ഇസ്ലാം പഠിപ്പിക്കുന്ന സൽക്കർമ്മമാണ് സ്വതക്കകൾ എന്നുള്ളത്, ദാനധർമ്മങ്ങൾ എന്നുള്ളത്. ദാനധർമ്മങ്ങൾ 2 രീതിയിലുണ്ട്. ഒന്ന്, നിർബന്ധ ദാനധർമ്മമുണ്ട്. ഒരു വിശ്വാസിയുടെ സമ്പാദ്യത്തിൻ്റെ 2.5% അവന് അവകാശപ്പെട്ടതേയല്ല. അവൻ്റെ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയതാണ്, ഓൻ കച്ചവടം ചെയ്തുണ്ടാക്കിയതാണ്, ഓന് പാരമ്പര്യമായി കിട്ടിയതാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ അതിൻ്റെ 2.5% നിസാബ് എത്തിക്കഴിഞ്ഞാൽ 2.5% എന്തല്ല, അവൻ്റെ സ്വത്തല്ല, അത് സക്കാത്തിന് അവകാശപ്പെട്ടതാണ്. അത് അവന് കൊടുത്തേ പറ്റുള്ളൂ പാവപ്പെട്ടവർക്ക്. അതിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ ഈ ഒരു സക്കാത്തിൻ്റെ കാര്യത്തിൽ കണിശത പുലർത്തിയാൽ, സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയാൽ ഈ ഉമ്മത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഭവം എന്തായാലും ഉണ്ടാവില്ല. ലോകത്ത് തന്നെ ദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടും. അത്രമാത്രം വ്യക്തമായ, സുവ്യക്തമായ, ശ്രേഷ്ഠമായൊരു സിസ്റ്റമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഉമ്മത്ത് എന്താണ്, അതിൽ വളരെയധികം നിസ്സംഗത കാണിക്കുന്നു, അലംഭാവം കാണിക്കുന്നു എന്നതാണ് സത്യം. ഒന്നാമത്തെ സ്വതക്ക അതാണ്, അത് നിർബന്ധമാണ്, അതിൽ വേറെ ചോയ്സും നമുക്കില്ല. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഐച്ഛിക ദാനധർമ്മമാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഈ രീതിയിൽ പഠിപ്പിക്കുന്ന ദാനധർമ്മങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെ അധ്യാപനങ്ങളിലൂടെയും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂന്റെ അവസാനത്തെ ഏതാനും ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ,
ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പാദ്യങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഒരിക്കലും തന്നെ നിങ്ങളെ തടയാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരാണോ അപ്രകാരം പ്രവർത്തിക്കുന്നത് അവരാകുന്നു നഷ്ടക്കാർ, അവരാകുന്നു ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോയവർ. ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടുള്ള പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. എന്തിന്റെ മുന്നേ ചെലവഴിക്കണം? മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിലേക്ക് മരണം കടന്നു വരുന്നതിന്റെ മുന്നേ, മലക്കുൽ മൗത്ത് നിങ്ങളെ സമീപിക്കുന്നതിന്റെ മുന്നേ, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നതിന്റെ മുന്നേ, അമലുകളുടെ ഏടുകൾ മടക്കി വെക്കുന്നതിന്റെ മുന്നേ, കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം തീർന്നു പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. അയ്യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ദാനധർമ്മം ചെയ്യാത്ത മനുഷ്യർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ ആ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, ആ റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്ന സമയത്ത് അവർ പറഞ്ഞേക്കാം, അല്ലാഹുവേ ഇലാ അജലിൻ ഖരീബ് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, സമീപമായ ഒരു അവധി വരെ എനിക്ക് നീട്ടിത്തന്നാലും ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊള്ളാം. വഅകും മിനസ് സാലിഹീൻ, സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുകയും ചെയ്യാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അങ്ങനെ അവധി വന്നെത്തുന്ന സമയത്ത് അള്ളാഹുവിനോട് കെഞ്ചിയിട്ട് കാര്യമില്ല, എനിക്കടുത്തുള്ള ഒരു അവധി വരെ നീട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹ് നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ഒരു സെക്കൻഡ് പോലും സുഹൃതം ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ, സദഖകൾ ചെയ്യാൻ നീട്ടിക്കിട്ടുകയില്ല. അള്ളാഹുവിന്റെ ഒരു സതുപദേശമാണത്. അയ്യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ചെലവാക്കണം, മരണം മുന്നിലെത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ ചെലവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, റസൂലേ ഏറ്റവും നല്ല ദാനധർമ്മം ഏതാണ്, ഏറ്റവും നല്ല സദഖ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ധനം ആവശ്യമുള്ളപ്പോ, നിനക്ക് ധനത്തോട് ആഗ്രഹമുള്ളപ്പോ, നിനക്ക് ധനത്തോട് മോഹമുള്ളപ്പോ, അതായത് നീ ആരോഗ്യവാനായിരിക്കുമ്പോ, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാകുമ്പോ, അത് നിനക്ക് ഉപയോഗിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന സമയത്ത് നീ നൽകുന്ന ദാനധർമ്മമാണ് ഏറ്റവും ഉത്തമമായ ദാനധർമ്മം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ ഒരിക്കലും നീ കാത്തു നിൽക്കരുത്. അന്ന് നീ പറഞ്ഞേക്കാം, ഇന്ന സ്വത്ത് ഇന്നയാൾക്ക്, ഇന്ന സ്വത്ത് ഇന്നയാൾക്ക്, ഇന്ന സ്വത്ത് ഇന്നയാൾക്ക്. പക്ഷേ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്വത്ത് എന്ന ഒന്നില്ല. നിന്റെ സ്വത്തെല്ലാം അനന്തരാവകാശികൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ മുന്നേ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് ഏറ്റവും ഉത്തമമായ ദാനധർമ്മം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ. വേറെ സ്ഥലത്ത് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ. സത്യവിശ്വാസികളെ, ഒരു ദിവസം വന്നെത്തുന്നതിന്റെ മുന്നേ കച്ചവടമോ ഒഴികഴിവുകളോ ശുപാർശകളോ ഒന്നും തന്നെ സ്വീകരിക്കപ്പെടാത്ത, എല്ലാവരും അവരവന്റെ കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം രക്ഷപ്പെടുന്ന, മീസാനിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന, കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം സിറാത്ത് പാലം കടന്നു പോകുന്ന, കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രം എല്ലാം നൽകപ്പെടുന്ന, കടുകുമണിയോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നതിന്റെ മുന്നേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക, സദഖ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. എത്ര സ്ഥലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ സദഖയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാൾ പരിശുദ്ധമായ ധനത്തിൽ നിന്ന്, ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കക്ക് സമാനമായ എന്തെങ്കിലും ദാനം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത് കൈ കൊണ്ട് സസന്തോഷം അത് സ്വീകരിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ ഓമനിച്ച് വളർത്തുന്നത് പോലെ അല്ലാഹു അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാകുമ്പോഴേക്ക് അത് വലിയ പർവ്വതം പോലെ അവൻ വളർത്തിയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാരക്കക്ക് സമാനമായ ദാനധർമ്മം, കാരക്കക്ക് സമാനമായ
സമാനമായത് എന്തിൽ നിന്ന്? പരിശുദ്ധമായ ധനത്തിൽ നിന്ന്. സക്കാത്ത് കൊടുത്ത് അവകാശികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അള്ളാഹു പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം സമ്പാദിച്ച് ഹലാലായ മാർഗങ്ങളുടെ മാത്രം ധനം സ്വരുക്കൂട്ടി ആ ധനത്തിൽ നിന്ന് ഒരു കാരക്കക്ക് സമാനമായത് നിങ്ങൾ ദാനം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സസന്തോഷം വലതു കൈ കൊണ്ട് സ്വീകരിക്കുകയും അതിനെ വളർത്തി 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 കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ കാരക്കക്ക് സമാനമായ ആ ദാനധർമ്മം നാളെ പരലോകത്തെത്തുമ്പോൾ അത് വലിയ പർവ്വതത്തിന് സമാനമായി വളർന്നിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാൻ സൂറത്തുൽ ബഖറയിലൂടെ തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു എപ്രകാരമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരുടെ ഉദാഹരണം. അള്ളാഹു പറയാൻ മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ അവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഒരു ധാന്യത്തെ പോലെയാണ്. ആ ധാന്യം 7 കതിരുകൾ മുളപ്പിച്ചു. ആ 7 കതിരുകളിൽ ഓരോന്നും 100 ധാന്യങ്ങൾ വീതം വീണ്ടും മുളപ്പിക്കുകയാണ്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി കൊടുക്കുന്നതാണ്. ഈ ആയത്തുകളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കമസലി ഹബ്ബ, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു 10 റുപ്യ കൊടുക്കാൻ, ഒരു 100 റുപ്യ കൊടുക്കാൻ, അവനെ കൊണ്ട് കഴിയുന്നതെന്നാണ് അത് കൊടുക്കാൻ. അതേതുപോലെയാണ്? കമസലി ഹബ്ബ, ഒരു ധാന്യം പോലെയാണ്. അംബതത് സബഅ സനാബിൽ, അത് 7 കതിരുകൾ മുളപ്പിച്ചു. ആ ധാന്യം മുളച്ചു പൊങ്ങിയപ്പോ അതിൽ 7 കതിരുകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരുകളിലും 100 ധാന്യങ്ങൾ വീണ്ടുണ്ടായി. എത്ര ഇരട്ടിയായി? 700 ഇരട്ടി. 700 ഇരട്ടിയായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, വീണ്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ ഒരു ഒട്ടകവുമായി, മൂക്ക് കയറിൽ ഇട്ട ഒരു ഒട്ടകവുമായി വന്നു എന്നാൻ. എന്നിട്ട് അയാൾ പറഞ്ഞു, നബിയെ, ഞാനിത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ അയാളോട് തിരിച്ചു പറഞ്ഞു, ഈ ഒരു ഒട്ടകത്തിന് പകരമായി നാളെ പരലോകത്ത് നിനക്ക് 700 ഒട്ടകങ്ങൾക്ക് സമാനമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു ദാനധർമ്മത്തിനുള്ള പ്രതിഫലം എത്രയാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എന്നിട്ട് അടുത്ത ആയത്തുകളിൽ അല്ലാഹു ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവരുടെ ധനം ചെലവഴിക്കുന്നവർ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ, എന്നിട്ട് ആ ധനം ചെലവഴിച്ചതിന് പുറമെ ആ കൊടുത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ അതെടുത്ത് പറയാതെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ പ്രതിഫലമാകട്ടെ അല്ലാഹുവിന്റെ പക്കലാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും പേടിക്കാനുമില്ല, ഭയപ്പെടാനുമില്ല. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖതി യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം, നല്ല വാക്കുകളും സംസാരങ്ങളുമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദാനധർമ്മത്തെക്കാൾ ഉത്തമം. വല്ലാഹു ഗനിയ്യുൻ ഹലീം, അല്ലാഹു കാരുണ്യവാനും ധനാഢ്യനുമാണ്, ധനികനുമാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞെന്താ അറിയോ? ഇഷ്ടമുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ മതി. കാരണം അള്ളാഹ്ക്ക് നിങ്ങൾ ധനം കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ഒരു 10 ലക്ഷം റുപ്യയോ അല്ലെങ്കിൽ 10 കോടി രൂപയോ അള്ളാഹുവിന്റെ രാജാധികാരത്തിൽ യാതൊരു വർധനവും ഉണ്ടാക്കില്ല. ഇനി നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ച് അള്ളാഹുവിന്റെ ഖജനാവിൽ ഒന്നും കുറഞ്ഞു പോവില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, സംതൃപ്തിയോടെ കൊടുക്കുക, മനസ്സറിഞ്ഞിട്ട് കൊടുക്കുക, അത് അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കൊടുക്കണ്ട, അതിന്റെ നഷ്ടം നിനക്ക് മാത്രമാണ്. നല്ല വാക്കുകൾ പറഞ്ഞു. വല്ലാഹു ഗനിയ്യുൻ ഹലീം, അല്ലാഹു ധനികനാണ്, അല്ലാഹു അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറയൽ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കി കളയാതിരിക്കുക. കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസ്, ജനങ്ങളെ കാണുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ചെലവഴിക്കുന്നവർ. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്, മിനുസമുള്ള പാറക്ക് മുകളിലുള്ള കുറച്ച് മണ്ണുകൾ പോലെയാണ്, പൊടികൾ പോലെയാണ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയാണിത്.
അതുകൊണ്ട് ദാനധർമ്മത്തിൽ എന്തൊക്കെ ഉണ്ടാവണം, എന്തൊക്കെ ഉണ്ടാവരുത് എന്നെല്ലാം വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ സദഖകളിൽ അള്ളാഹു ഇത്രയും പ്രാമുഖ്യവും പ്രാധാന്യവും ശ്രേഷ്ഠതയും പഠിപ്പിച്ച സദഖകളിൽ ഏറ്റവും ഉന്നതമായ ഉത്തമമായ സദഖയാണ് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, അവരിൽ നിന്ന് 3 കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒന്നാമത്തെ സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. ഔ ഇൽമി യുൻതഫഉ ബി, അല്ലെങ്കിൽ അവൻ ഉപകാരമെടുക്കപ്പെടുന്ന ഇൽമാണ്. ഔ വലദുൻ സാലിഹ് യദ്ഉ ലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ മക്കളാണ്. ഇതിൽ ഒന്നാമതായി പറഞ്ഞത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. എന്താണ് ജാരിയായ സദഖ? ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാം. ഔ ഇൽമി യുൻതഫഉ ബി, ഉപകാരമെടുക്കപ്പെടുന്ന ഇൽമാണ്, അറിവാണ്. നമ്മൾ ഒരാൾക്ക് ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചു കൊടുത്തു, നമ്മൾ ഈ മദ്രസാധ്യാപകന്മാർക്ക് വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക്, വളരെ തുച്ഛമായ, അതൊരു ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ, പക്ഷെ പ്രിയപ്പെട്ടവർ, അവരാണ് പരലോകത്ത് ധനാഢ്യർ, അവരാണ് പരലോകത്തെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പണക്കാരവരാണ്. കാരണം എന്താ അറിയോ? അവർ പഠിപ്പിച്ച ഈ കുഞ്ഞു മക്കളുണ്ടല്ലോ, ഫാത്തിഹ ഓതാനും കുൽഹുവല്ലാഹും അലിഫും ബാവും പഠിപ്പിച്ച് ആ മക്കൾ വളർന്നിട്ട് ഈ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ജീവിതാവസാനം അവർ ഓതുന്ന കൂലി ഇയാൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ആ മക്കൾ ഓരോക്കെ പഠിപ്പിച്ചു കൊടുത്തു വിചാരിക്കുക, അവരോതുന്നതിൻ്റെ കൂലി പോലും ഖിയാമത്ത് നാൾ വരെ ഈ ചെയിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. എത്ര വലിയ പ്രതിഫലമാണ്. ഒരാൾ ഹിഫ്ള് പഠിക്കുന്ന സ്ഥാപനം ഉണ്ടാക്കി വിചാരിക്കുക, ഹിഫ്ള് പഠിക്കുന്നൊരു സ്ഥാപനം, അതിൽ 10 കുട്ടികൾ ഹാഫിളീങ്ങളായി പുറത്തിറങ്ങി. ആ കുട്ടികൾ ജീവിതകാലം മൊത്തം മോദി നടക്കുന്നതിൻ്റെ പ്രതിഫലം അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ആ കുട്ടികൾ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും നാട്ടിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഇയാൾക്ക് കിട്ടും. ആ കുട്ടികൾ അതിങ്ങനെ ചെയിനായി ഓരോ, ഇപ്പോൾ 10 കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ചിലപ്പോൾ 10 കുട്ടികളെ വേറെ പഠിപ്പിക്കും, 100 കുട്ടികളെ പഠിപ്പിക്കും. ഇതിങ്ങനെ വളർന്ന് ലാസ്റ്റ് ഇയാൾ പരലോകത്ത് മഹ്ശറയിലെത്തുമ്പോൾ ഇയാൾ ചെയ്യാത്ത അമലുകളുടെ വലിയ കൂമ്പാരം. ഇയാൾക്ക് കുറച്ച് അമലുണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ, കുറച്ച് നോമ്പെടുത്തിട്ടുണ്ടാവുള്ളൂ, കുറച്ച് ഖുർആൻ ഓതിയിട്ടുണ്ടാവുള്ളൂ, ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇയാളുടെ അമലുകളുടെ കൂമ്പാരം കണ്ട് ഇയാൾ അത്ഭുതപ്പെടും. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക ഇയാൾക്ക്, നീ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, നീ കൊടുത്ത ജാരിയായ സദഖ, അതിൽ നിന്ന് വളർന്നു വന്നതാണ് ഇതെല്ലാം. പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ടതാണ് വഖഫിൻ്റെ, ഈ ജാരിയായ സദഖയിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് വഖഫ് ചെയ്യുന്ന സ്വത്തുക്കൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണത്, വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരാളൊരു പള്ളി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ, എന്തുകൊണ്ടാണ് അയാൾ ആ പള്ളി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉണ്ടായി കൊടുക്കുന്നത്? പള്ളിക്ക് വേണ്ടി ഒരു 10,000 രൂപ നമ്മൾ ചിലവാക്കിയാലും ആ പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന ആളുടെ സുജൂദിന്റെ പ്രതിഫലം, അവിടുന്ന് ഖുർആൻ ഓതുന്ന ആളുകളുടെ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം, അവിടുന്ന് അദ്കാർ ചെയ്യുന്ന അദ്കാർ ചൊല്ലുന്നതിന്റെ പ്രതിഫലം. ഇനി വേണ്ട, ഈ പള്ളി എടുക്കാൻ ആരെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പറയുന്ന, മിമ്പറിൽ നിന്ന് പറയപ്പെടുന്ന സൽപ്രക്ഷ കർമ്മങ്ങളുടെ പ്രതിഫലം, അത് കേട്ടിട്ട് ആരെങ്കിലും നന്നായാൽ അയാൾ നന്നായതിലുള്ള പ്രതിഫലം, എന്തൊക്കെ രീതിയിലാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ചെറിയ കാര്യമൊന്നുമല്ല ജാരിയായ സദഖ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളികൾ നിർമ്മിക്കുന്നതിലും മദ്രസകൾ നിർമ്മിക്കുന്നതിലും ദീനിയായ ഇൽമു പഠിക്കുന്ന സ്ഥാപനം നിർമ്മിക്കുന്നതിലും ദാനധർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഒരിക്കലും നിങ്ങളിത് പാഴാക്കി കളയരുത്. കാരണം അത് വലിയ ജാരിയായ സദഖയാണ്. നിങ്ങൾ കൊടുക്കുന്നത് തുച്ഛമായ തുകകളാണെങ്കിലും ആ തുക നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന പ്രതിഫലം ചെറുതൊന്നുമില്ല. അത് ഖിയാമത്ത് നാൾ വരെ, എത്രയോ വർഷം, നിങ്ങളുടെ മരണത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രതിഫലത്തിന്റെ വലിയ ചങ്ങലയാണ് അത് സൃഷ്ടിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്തായിരുന്നു എന്ത്? ഖൈബറിൽ വെച്ച് യുദ്ധാനന്തര സ്വത്തായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു തോട്ടം. ആ തോട്ടം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഞാൻ ഇത് എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ തോട്ടം അതുപോലെ നിലനിർത്തുക, എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. തോട്ടം വിറ്റിട്ട് അതിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് ഉപയോഗിച്ച് തീരും. പക്ഷെ ആ തോട്ടം അതുപോലെ നിലനിൽക്കുകയും ആ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ജാരിയായ സദഖയായി മാറും. ഇങ്ങനെയാണ് സദഖ കൊടുക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആ തോട്ടം സദഖയായി കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിച്ചു. സൂറത്ത് ആലിമ്രാനിലെ 92ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ.
تعلمون وما تنفقوا من شيء فإن الله به عليم. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവാക്കുന്നത് വരെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒരിക്കലും തന്നെ പൂർത്തിയാവുകയില്ല. അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ പല ആളുകളും ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നാണ്. പല ആളുകളും വന്നു. എന്നിട്ട് ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുതിര അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്പാദ്യമായിരുന്നു റോമക്കാരിയായ ഒരു അടിമ സ്ത്രീ. അവരെ മോചിപ്പിച്ചു. ഇബ്നു ഉമർ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവരെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും അവരെ തിരിച്ചെടുത്തു പോകുമോ എന്ന പേടി കൊണ്ട് അവരെ വിവാഹം വരെ ചെയ്തില്ല. എന്നിട്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതേസമയം ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമായിരുന്നു ബൈറുഹ. മദീന പള്ളിയുടെ മുന്നിലുണ്ടായ സുന്ദരമായ തോട്ടമാണ്. ആ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് കയറുകയും അവിടുന്ന് ശുദ്ധജലം കുടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ആ തോട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് ചോദിച്ചു, റസൂലേ, ഞാൻ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ലാഭകരമായ കച്ചവടം, ലാഭകരമായ കച്ചവടം, താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ആ തോട്ടം ദാനം ചെയ്യുക. ത്വൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ഇഷ്ടപ്പെട്ട ആ തോട്ടം കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മദീന പള്ളിയുടെ പ്രവാചകന്റെ കാലത്തുള്ള ആ പള്ളിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു തോട്ടമാണത്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ മുസ്ലിങ്ങൾ വെള്ളം കുടിക്കാൻ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് അദ്ദേഹം അറിഞ്ഞപ്പോൾ റൂമ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആ കിണർ വലിയ തുക കൊടുത്തു വാങ്ങുകയും അതങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ഈ സഹാബികൾ ഇത്രയും തുക ചെലവാക്കി, ഇത്രയും ത്യാഗം ചെയ്ത് ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ? അവർക്കറിയാം അതിന്റെ പ്രതിഫലം. ഒരു കിണർ ഒരാൾ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിൽ നിന്ന് ഒരു പ്രാണി വെള്ളം കുടിച്ചാലും, ഒരു തവള വെള്ളം കുടിച്ചാലും അതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതെത്ര ചെറുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജാരിയായ സദഖകളുടെ പ്രതിഫലം മനസ്സിലാക്കി അതിനുവേണ്ടി കൂടുതൽ മുന്നോട്ട് വരാൻ നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെടുത്ത് സൂറത്ത് തൗബയിൽ വളരെ വ്യക്തമായി പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ് സ്വലാഹ് വ ആത സക്കാഹ് വലം യഖ്ശ ഇല്ലല്ലാഹ്. 5 ക്വാളിറ്റികളാണ് എന്തി പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം. ഇതൊന്നാമത്തെ ക്വാളിറ്റിയാണ്. ഇത് ആപ്പ വിശ്വാസം പോരാ. അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറയുന്നവർ, അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ, പോയി സ്വർഗം ആഗ്രഹിക്കുന്നവർ, നരകത്തെ ഭയക്കുന്നവർ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്നവർ, വല്യൗമിൽ ആഖിർ. അതുപോലെ തന്നെ അഖാമസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ, കൃത്യമായി ജമാഅത്തിന് മുന്നിൽ സഫിലുണ്ടാവണം പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും, അല്ലെങ്കിൽ ആ സ്ഥാനം വെച്ച് ഒഴിഞ്ഞു പോകണം. കൃത്യമായി പള്ളിയിലെ ഒന്നാമത്തെ സഫിലുണ്ടാവണം കൈകാര്യകർത്തം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ പണിയെടുക്കാൻ പാടില്ല. കൃത്യമായി സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാനും പാടില്ല. തീരുമാനങ്ങൾ എടുക്കാൻ, ആദർശ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ, പള്ളിയുടെ വിഷയങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പടച്ചോനയല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാൻ പാടില്ല. ഇത് പള്ളി പരിപാലനക്കാർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി ആയിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞതാണ്. ഇതേ ക്വാളിറ്റികൾ വഖഫിൻ്റെ സ്വത്തുകൾ, അതായത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഈമാനുള്ള, ഇഖ്ലാസുള്ള, ഖുശൂഉള്ള ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി. അവരെന്തിനാണത് നൽകുന്നത്? അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് നാളെ പരലോകത്ത് ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആ രീതിയിൽ നൽകപ്പെട്ട സ്വത്തുകൾ ഈ ക്വാളിറ്റിയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ആ വിഷയം വളരെ നിഷ്കർഷതയോടുകൂടി വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. അത് ഈ ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ സമുദായത്തിൻ്റെ പേര് മാത്രമുള്ള
കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് പൊതുവിവരവുമുള്ള ആളുകളല്ല ഒരിക്കലും ആ തരത്തിൽ രീതികൾ കൈകാര്യം ചെയ്യേണ്ടത്. ആ അവസ്ഥയിലേക്ക് പോയാൽ പിന്നീട് അധിക കാലതാമസം എത്തുന്നതിൻ്റെ മുന്നേ വഖഫിൻ്റെ സ്വത്തുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്നത് വലിയ ദുരന്തമാണ്. കാരണം നമുക്കറിയുന്ന കേരളത്തിലെ പല സ്ഥാപനങ്ങളും ഫറൂഖ് കോളേജ് അടക്കമുള്ള ഫറൂഖ് കോളേജിലൊക്കെ ഒരുപാട് ദായിമാരും ഒരുപാട് ഉലമാക്കളും ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് വഖഫിൻ്റെ സ്വത്തിൽ നിന്നാണ്. കേരളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടായത് വഖഫിൻ്റെ സ്വത്തിൽ നിന്നാണ്. ഈ സ്വത്തെല്ലാം ഒരിക്കലും ഏതെങ്കിലും കേരളത്തിൽ കടന്നു വന്ന ഏതെങ്കിലും ഭരണകൂടമോ ഭരണഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ബോഡികളൊന്നും തന്നതല്ല. ഈ ഉമ്മത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥതയുള്ള ഖുശൂഉള്ള ആളുകൾ അവർ സ്വന്തം മനസ്സ അറിഞ്ഞ് ഹൃദയം തൊട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി തന്ന കാര്യമാണ്. ആ തന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ രീതി അത് ഈ വഖഫിൻ്റെ കാര്യം ഏത് രീതിയിൽ ഉപയോഗിക്കണമോ അതിനെതിരായി ആരുപയോഗിച്ചാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വഖഫിൻ്റെ സ്വത്തുക്കൾ ഉപയോഗിച്ചാൽ അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് മുസ്ലിം ഉമ്മത്ത് ആ വിഷയങ്ങളിൽ നിന്ന് ഈ വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടതുമാണ്. എങ്കിലേ ഞാനും നിങ്ങളൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ജാരിയായ സദഖ കൊടുക്കുന്ന സമയത്ത് നാളെ തലമുറകൾ മാറി മറിയുമ്പോൾ നാം ഉദ്ദേശിച്ച ഫലം നമുക്ക് നമ്മുടെ ഖബറിലേക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു വിഷയം നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നല്ല തിരിച്ചറിവ് നൽകുമാറാകട്ടെ. രാഷ്ട്രീയത്തിൻ്റെയും കക്ഷിവഴക്കിൻ്റെയും പേരിൽ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടഞ്ഞു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ ആളുകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.